രാവിലെ കൊലുസിൻ്റെ കിലുക്കം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ദേവുട്ട് ഗീതിനെ ചുറ്റിപ്പിടിച്ചു ഒന്നുകൂടി കുറുകിക്കൊണ്ട് കിടക്കുന്നതാണ്. ഗീതു അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടപ്പോൾ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ എഴുന്നേറ്റ് ഒരു കള്ളച്ചിരിയുടെ ദേവിയുടെ സ്ഥാനം മറികിടന്ന് ഡ്രസ്സെല്ലാം നേരെയാക്കി കൊടുത്ത് എഴുന്നേറ്റ് ഫ്രഷാകാൻ മുറിയിലേക്ക് പോയി. രാവിലെ കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത് ഗീതുവിനെയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഗീതമ്മയെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങി. എന്ത് പാവമാണ് മാഷും ഗീതമ്മയും. രണ്ടുപേർക്കും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. മാഷ് നേരത്തെ എഴുന്നേറ്റ് പോയി എന്ന് തോന്നുന്നു. പെട്ടെന്നാണ് എനിക്ക് അമ്പലത്തിൽ പോകുന്ന കാര്യം ഓർമ്മ വന്നത്. ഞാൻ വേഗം ഗീതമ്മയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഫ്രഷാകാൻ പോയി. ഗീതമ്മ തന്ന ഒരു ബ്ലാക്ക് കാര്യമുള്ള സെറ്റ് മുണ്ടുമാണ് ഞാൻ ധരിച്ചത്. നനവാർന്ന മുടി ഇഴയെടുത്ത് കെട്ടി ഞാൻ റെഡിയായി വന്നപ്പോഴേക്കും മാഷ് ജോഗിങ്ങിന് പോകാൻ റെഡിയായി വന്നു. കള്ളൻ, എന്നാലും അമ്പലത്തിൽ വരൂല. മാഷ് എന്നെ കണ്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. എങ്ങനെ തോന്നാതിരിക്കും? ഇന്നലെ ടീഷർട്ട്, ഇന്ന് സെറ്റുമുണ്ട്, ഇനി നാളെ സാരിയാകുമോ ആവോ? എൻ്റെ കുഞ്ഞിൻ്റെ ചോര ഊറ്റി കുടിക്കാതെ പോടാ. പെട്ടെന്ന് ഗീതമ്മ കമൻറ്റ് പറഞ്ഞതും മാഷൊരു ചമ്മിയെ ചിരിച്ചിരിച്ച് ഗീതമ്മയോട് പറഞ്ഞിറങ്ങി. കൂടെ ഞാനും. കോടമഞ്ഞ് മൂടിയ മൺപാതയിലൂടെ ഞങ്ങൾ നടന്നു. ഇടയ്ക്ക് കൈകൾ തമ്മിൽ മുട്ടിയുരുമിക്കൊണ്ടിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി കളിച്ചു. നല്ല തണുപ്പുണ്ടല്ലേ മാഷേ? കൈകൾ കൂട്ടിത്തിരുമിക്കൊണ്ട് ചോദിച്ച് ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷ് ഒരു ചുഴിയോടെ എന്നെ ചേർത്ത് പിടിച്ചു. എൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. അത് കണ്ണുകളടിച്ച് സ്വീകരിച്ച് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെ ആ കരവലയത്തിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ എനിക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരു സുരക്ഷിതത്വം ലഭിച്ച പോലെ തോന്നി. ഇന്നലെ രാത്രി നീ ശരിക്കും ഉറങ്ങിയോ ദേവു? അതോ സ്ഥലം മാറിയിട്ട് ഉറക്കം ശരിയായില്ലേ? ഉറങ്ങിയോന്നോ? നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. ഗീതമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ നല്ല സുഖം. നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ഞാൻ പറഞ്ഞതിട്ട് മാഷ് പിരികം പൊന്തിച്ച് നോക്കി. ഞാനൊന്ന് ചിരിച്ചു കൊടുത്തു. ഇനി നാളെ കല്യാണം കഴിഞ്ഞിട്ടും നീ ഗീതമ്മയുടെ കൂടെ പോയി കിടക്കുവോ? ഓഫ് കോഴ്സ്. എന്നാൽ പൊന്നുമോളെ ഞാൻ പൊക്കിയെടുത്തുകൊണ്ട് പോകും. അത് ഞാൻ ഇന്നലെ തീരുമാനിച്ച കാര്യമാണ്. മാഷ് പറഞ്ഞു കേട്ട് ഞാൻ കണ്ണും വീഴ്ച നിന്നു. അയ്യേ, ഈ മാഷെന്താ ഇങ്ങനെ? എനിക്ക് മാഷിൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ ചടപ്പായി. പിന്നെ ദേവുട്ടി, എന്താ? ഈ വേഷം നിനക്ക് നന്നായി ചേരുന്നുണ്ട്. യു ലുക്ക് സോ പ്രെറ്റി ടുഡേ. എൻ്റെ മുഖത്തേക്ക് ഇമ്മച്ചിമ്മാതെ നോക്കിക്കൊണ്ട് മാഷ് പറഞ്ഞതും എൻ്റെ മുഖം നാണത്താൽ ചുവന്നു. അത് കണ്ട് മാഷ് സൈറ്റ് അടിച്ചുകൊണ്ട് എന്നെയും ചേർത്ത് പിടിച്ച് നടന്നു. നീ പോയി തൊഴുതിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അമ്പലത്തിനുള്ളിൽ എത്തിയപ്പോൾ മാഷ് പറഞ്ഞു കേട്ട് ഞാൻ തലയോട്ടി അകത്തേക്ക് പോയി. തൊഴുത് പ്രസാദവും വാങ്ങി തിരികെ വന്നു. അവിടെ എന്നെ നോക്കി ആൾത്തറയിൽ കള്ളച്ചിരിയുമായിരുന്ന മാഷിനെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായതുകൊണ്ട് ഞാനും ഒരു ചിരിയോടെ എൻ്റെ നെറ്റി മാഷിൻ്റെ നെറ്റിയുമായി കൂട്ടിമുട്ടിച്ചു. മാഷിൻ്റെ വിയർപ്പ് കലർന്ന ഇളം ചൂടുള്ള സ്പർശമേറ്റതും എൻ്റെ ശരീരം ഒന്ന് വിറച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അകന്നു മാറി. പുരോഗമനമുണ്ടല്ലോ ദേവിക്കുട്ടിയെ. മാഷ് എന്നെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എൻ്റെ മുഖം ആകെ നാണത്താൽ ചുവന്നു. മാഷിൻ്റെ അടുത്തേക്ക് വന്നതും ഞാനൊരു ചിരിയോടെ മാഷിനെ തള്ളി മാറ്റി ഓടി. വീട്ടിലെത്തിയപ്പോൾ ഗീതമ്മ അടുക്കളയിൽ പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കിലാണ്. മോള് വന്നോ? അവനെവിടെ മോളെ? അതും ചോദിച്ച് എനിക്ക് നേരെ ഗീതമ്മ നീട്ടിയ ആവി പറക്കുന്ന ചായയിൽ നിന്ന് നല്ല ഏലക്കയുടെ ഗന്ധം എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. മാഷ് ഫ്രഷാകാൻ മുറിയിലിട്ട് പോയി അമ്മേ. ഞാൻ പറഞ്ഞിട്ട് ഗീതമ്മ ചിരിയോടെ എൻ്റെ കവിളിൽ തലോടി. ഹോ, മോളെങ്കിലും എന്നെ അമ്മയെന്ന് വിളിച്ചല്ലോ. ആ ചെക്കൻ എന്നെ ഗീതു എന്നെ വിളിക്കൂ. ഇടയ്ക്ക് വല്ലപ്പോഴും ഗീതമ്മ എന്ന് വായിൽ നിന്ന് വീണാലായി. അവൻ്റെ അച്ഛൻ വിളിക്കുന്നത് കേട്ട് ശീലിച്ചതാ. അവസാനം അച്ഛനെ പറ്റി പറഞ്ഞതും ഗീതമ്മയുടെ സ്വരം ഇടറിയതുപോലെ എനിക്ക് തോന്നി. എന്തോ എനിക്കെപ്പോഴോ അമ്മയെ ഓർമ്മ വന്നു. ഞാൻ ഗീതമ്മയെ ചേർത്ത് പിടിച്ച് ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. ഗീതമ്മ എന്തിനാ വിഷമിക്കണേ? അമ്മയെന്ന് വിളിക്കാൻ ഞാനില്ലേ? മാഷിനോട് പോകാൻ പറ. ഞാൻ പറഞ്ഞു കേട്ട് ഗീതമ്മ കുലുങ്ങി ചിരിച്ചുകൊണ്ട് എൻ്റെ കവിളിലൊന്ന് തട്ടി മാഷിനുടെ ചായ എനിക്ക് നേരെ നീട്ടി. ദാ മോൾ അവന് ചായ കൊണ്ടുപോയി കൊടുക്ക്. ഇവിടെ ഇപ്പോൾ എനിക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. മോൾ ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടുവാ. ഞാനും ചിന്തിച്ച കാര്യമായിരുന്നു അത്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ്സും ഇല്ല. ഞാൻ ചായയും കൊണ്ട് നേരെ മുകളിലേക്ക് ചെന്നു. സ്റ്റെയർ കയറി രണ്ടാമത്തെ റൂമാണ് മാഷിൻ്റേത്. പതിയെ അകത്തേക്ക് തലയിട്ട് നോക്കി. മാഷിൻ്റെ പൊടി പോലും കാണാനില്ല. ഞാൻ അകത്തേക്ക് കയറി ചായ ടേബിളിൽ വെച്ചു. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഓഹോ, വാദ്യാർ നീരാട്ടിലാണ്. ഞാൻ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. അത്യാവശ്യം വലിപ്പമുള്ള മുറിയാണ്. ഒരു സൈഡിൽ ബാൽക്കണിയിലേക്കുള്ള ഡോറുണ്ട്. ചുവരിൽ നിറയെ ഗീതമ്മയും മാഷും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കണ്ടപ്പോൾ അറിയാതെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. എല്ലാം പല പല പോസിലുള്ളത്. പെട്ടെന്നാണ് ചുവരിൽ ഒരു കർട്ടൻ കൊണ്ട് മറച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ അതിലേക്ക് സൂക്ഷിച്ചു നോക്കി.
എന്താണ് ഭവതി എൻ്റെ റൂമിൽ? പെട്ടെന്ന് പിന്നിൽ നിന്ന് മാഷിൻ്റെ വിളി കേട്ടതും ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എൻ്റെ മുന്നിൽ ഒരു 3/4 വിട്ട് 6 പാക്ക് ബോഡിയും കാണിച്ച് തലയും തുവർത്തിക്കൊണ്ട് നിൽക്കുന്ന മാഷിനെ കണ്ട് ഞാൻ ഷോക്കടിച്ച പോലെ അങ്ങനെ നിന്നു. ശിവനെ, ഇതെന്ത് ചാത്തനോ? എൻ്റെ നോട്ടം കണ്ട് മാഷൊരു കള്ളച്ചിരിയോടെ എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതും ഞാൻ വിറച്ചുകൊണ്ട് പിറകോട്ട് പോയിക്കൊണ്ടിരുന്നു. അവസാനം കട്ടിലിൽ തട്ടി ഞാൻ ബാലൻസ് തെറ്റി ബെഡിലേക്ക് വീണു. മാഷെ ബെഡിനരികിലെത്തിയതും എന്നെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് കയ്യിലിരുന്ന ടവൽ ചെയറിലേക്കിട്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഞാൻ ഞെട്ടി എണീറ്റ് ഓടാൻ തുടങ്ങിയതും മാഷിനെ വലിച്ച് മാഷിൻ്റെ മേലോട്ടിട്ടു. എൻ്റെ അരയിലൂടെ കൈയിട്ട് ലോക്കാക്കി എന്നെയും കൊണ്ട് മറിഞ്ഞു കിടന്നു. ഇപ്പോൾ ഞാൻ താഴെയും മാഷിൻ്റെ മുകളിലുമാണ്. ഞാൻ ഉമിനീരിറക്കി മാഷിനെ നോക്കി. മാഷേ, വേണ്ടാട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ വിക്കി വിക്കി പറഞ്ഞതും മാഷ് എന്നിലേക്ക് ഒന്നുകൂടി അമർന്നു. ഞാൻ വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ശ്വാസം വലിച്ചു വിട്ടു. വേണം ദേവുട്ടി, ഐ നീഡ് സംതിങ് സ്പെഷ്യൽ. മാഷിൻ്റെ അധരങ്ങളിലേക്ക് നോക്കി ഒരു വശ്യമായ ചിരിയോടെ പറഞ്ഞതും ഞാൻ ഞെട്ടി കൈകൊണ്ട് മാഷിനെ തള്ളി മാറ്റാൻ തുടങ്ങിയതും അത് പ്രതീക്ഷിച്ചതുപോലെ മാഷിൻ്റെ കൈ രണ്ടും കോർത്തു പിടിച്ച് ബെഡിൽ അമർത്തി. മാഷിൻ്റെ മുഖം എന്നിലേക്ക് അടുത്തു വന്നതും ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. മാഷൊരു നനുത്ത ചുംബനത്തിലൂടെ എൻ്റെ കീഴ്ചുണ്ട് കടിച്ചെടുത്ത് നുകരാൻ തുടങ്ങി. എൻ്റെ ശരീരം ആകെ ഒന്ന് വിറച്ചു. ഞാൻ മാഷിൻ്റെ കയ്യിൽ പിടിമുറുക്കി. എത്ര നുകർന്നിട്ടും മതിയാകാത്തതുപോലെ വീണ്ടും വീണ്ടും എൻ്റെ അധരങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. പതിയെ അതെൻ്റെ മേൽച്ചുണ്ടിലേക്കും പകർന്നു. ഉമിനീരിൽ രക്തച്ചുവ കലർന്നിട്ടും മാഷ് മതിവരാതെ നാക്കുകൊണ്ട് എൻ്റെ നാക്കിൽ കുരുത്തു. അവസാനം ശ്വാസം വിലങ്ങിയെന്ന് തോന്നിയതും ഒരു കിതപ്പോടെ എന്നെ ആ ദീർഘചുംബനത്തിൽ നിന്ന് മോചിതയാക്കി. എൻ്റെ നെറ്റിയിലും മാഷ് ചുണ്ടുകൾ ചേർത്തു. ഞാൻ അപ്പോഴും ഇറുക്കിയടച്ച കണ്ണുകൾ തുറക്കാതെ ക്രമാതീതമായി ശ്വാസം എടുത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് തളർന്നല്ലോ ദേവുട്ടി. നിന്റെ ഈ മാഷേട്ടൻ്റെ സ്നേഹം ഏറ്റുവാങ്ങാൻ കുറച്ചുകൂടി സ്റ്റാമിന വേണം. തിരക്ക് വേണ്ട, കല്യാണം കഴിയുമ്പോഴേക്കും മതി. അതുവരെ നിന്റെ ഈ പേടിയും വിറയിലുമൊക്കെ ഞാൻ കണ്ട് രസിച്ചോളാം. എൻ്റെ പാതിനഗ്നമായ ഇടുപ്പിൽ കൈ അമർത്തിക്കൊണ്ട് മാഷിൻ്റെ കാതോരം പറഞ്ഞതും ഞാനൊന്ന് പുളഞ്ഞുകൊണ്ട് ഞെട്ടി കണ്ണു തുറന്ന് മാഷിനെ നോക്കി. എന്നെ തന്നെ നോക്കി എൻ്റെ മേലെ കിടക്കുന്ന മാഷിനെ കണ്ടതും എൻ്റെ മുഖം ചുവന്നു. എന്തൊക്കെയോ വികാരങ്ങൾ ഉള്ളിലൂടെ കടന്നുപോയി. മാഷൊരു ചിരിയോടെ വീണ്ടും മുഖം എന്നിലേക്ക് അടുപ്പിക്കാൻ ഒരുങ്ങിയതും ഞാൻ മാഷിനെ തള്ളി മാറ്റി ഇറങ്ങിയോടി. ഡി നിക്കടി അവിടെ, സ്റ്റാമിനയൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. അതുവരെ എന്നെ വെറുതെ വിട്ടേക്ക് മാഷേ. ഓടുന്നതിനിടയിൽ ചിണുങ്ങിക്കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാ അധികം വൈകിക്കുന്നത്? മോളുടെ ക്ലാസ് തീരാൻ ഇനി വെറും 2 മാസമല്ലേ ഉള്ളൂ. അതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും പഠിക്കാലോ. വിമൽ സാറിനോട് ശ്രുതി ചേച്ചിയോടും ഗീതമ്മ അത് പറഞ്ഞതും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മാഷ് പെട്ടെന്ന് മുഖമുയർത്തി എന്നെ നോക്കി. ഞാൻ നാണത്തോടെ തല താഴ്ത്തി. അത് ശരിയാ ഗീതമ്മേ, വെറുതെ കോളേജിലെ പിള്ളേരെ കൂടി വഴിതെറ്റിക്കാതെ വേഗം രണ്ടിനെയും പിടിച്ച് കെട്ടിച്ചേക്കാം. വിമൽ സാർ എന്നെയും മാഷിനെയും നോക്കി അർത്ഥം വെച്ച് പറഞ്ഞതും മാഷ് പല്ല് അടിച്ചുകൊണ്ട് സാറിൻ്റെ കാലിൽ ഒരു ചവിട്ട് കൊടുത്തു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അയ്യോ, ഹാ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. കോളേജിലെ പിള്ളേർ ഇവരെ വഴി തെറ്റിക്കാതെ വേഗം കല്യാണം നടത്താമെന്നാ അല്ലടാ. വിമൽ സാർ കണ്ണൊക്കെ നിറച്ചുകൊണ്ട് പറഞ്ഞു. പാവം മാഷ് സാറിൻ്റെ കാല് പിടിച്ച് ഞെരിക്കുക. അതിന് നീ എന്തിനാടാ കരയുന്നത്? ഗീതമ്മ ചോദിച്ചു കേട്ട് ഞാനും ശ്രുതി ചേച്ചിയും ചിരി കടിച്ചു പിടിച്ച് പരസ്പരം നോക്കി. സാറിൻ്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി മറയുന്നുണ്ട്. അത് പിന്നെ ഗീതാമ്മേ, സന്തോഷം കൊണ്ടാ. ഇവൻ എൻ്റെ ഒരേ ഒരു ചങ്കല്ലേ. അല്ലടേ ചങ്കെ. അവസാനത്തെ ആ ചങ്കെ വിളി കുറച്ച് നീട്ടി വിളിച്ച് സാർ മാഷിനെ ദയനീയമായി നോക്കിയതും മാഷ് കാല് പിൻവലിച്ചു. സാറ് സ്വർഗം കിട്ടിയ പോലെ ശ്വാസം വിട്ട് ഞങ്ങളെ നോക്കി ഒരു വളിച്ച് ചിരിയിരിച്ചു. ഞാൻ ചന്ദ്രമായോ വിളിച്ചിരുന്നു. നാളെ എന്തോ ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്നൊക്കെയാ പറഞ്ഞത്. മാഷിൻ്റെ അമ്മയുടെ അനിയനാണ് ചന്ദ്രമാമ. ഭാര്യ വിജിത. അവർക്ക് 2 മക്കളാണുള്ളത്. ഒരു മോൻ ശരത്, മോൾ ശില്പ. ശില്പ ചേച്ചി വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ വിദേശത്താണ്. ഇതൊക്കെ ഗീതമ്മ പറഞ്ഞ അറിവാണ്. എടാ കണ്ണാ, നമുക്ക് മോളുടെ വീട്ടിലൊന്ന് പോയി സംസാരിക്കാം. രണ്ടാച്ചനാണെങ്കിലും മകളുടെ വിവാഹം അറിയാതിരിക്കുന്നത് ശരിയല്ല. ഗീതമ്മ പറഞ്ഞിട്ട് ഞാൻ മാഷിനെ നോക്കിയപ്പോൾ മാഷി ദേഷ്യത്തിൽ ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഗീതുവിന് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? ഈ കല്യാണക്കാരെ സംസാരിക്കാൻ നമ്മളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? ഇല്ലല്ലോ. ഇനി അവരോട് പറയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞോളും. ഗീത അങ്ങോട്ട് വലിഞ്ഞു കയറി പോകണ്ട, കേട്ടല്ലോ. മാഷി പറഞ്ഞു കേട്ട് ഞാൻ പേടിച്ച് ഗീതമ്മയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. മാഷിൻ്റെ അങ്ങനെ ഒരു മുഖം ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉയർന്നു. ഗീതമ്മ അച്ഛനെ ഒരിക്കലും കാണരുതെന്ന് മാഷ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തോ ഉണ്ട്. അതെന്താണെന്ന് അറിയണം.
ഞാൻ ചെറിയ പേടിയോടെയാണെങ്കിലും മാഷിൻ്റെ അടുത്തേക്ക് പോയി. ബാൽക്കണിയിലെ ഊഞ്ഞാലിലിരുന്ന് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാഷ്. മുഖം ഇപ്പോഴും ഇരുണ്ടുമൂടിയാണെങ്കിലും നേരത്തെ കണ്ട ഭാവമല്ല. ഞാൻ പതിയെ മാഷിൻ്റെ അടുത്തേക്ക് ചെന്നതും എൻ്റെ സാമീപ്യം അറിഞ്ഞ് മാഷ് എന്നെ തലയുയർത്തി നോക്കി. അപ്പോൾ തന്നെ ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ നോട്ടം തെറ്റിച്ചു. അതെനിക്ക് വിഷമമാക്കിയെങ്കിലും കാര്യമറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനത് കാര്യമാക്കിയില്ല. മാഷേ. മാഷ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ വിടാൻ ഞാൻ ഒരുക്കമല്ലായിരുന്നു. മാഷേ. അത് പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഞാൻ ചോദിച്ചു കേട്ട് മാഷ് എന്നെ ചോദ്യഭാവത്തിൽ നോക്കി. മാഷേ, ശരിക്കും മാഷിനെന്താ എൻ്റെ അച്ഛനോട് ഇത്ര ദേഷ്യം? എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഈ ചോദ്യം തന്നെ പ്രതീക്ഷിച്ചതുപോലെ മാഷ് ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റ് കൈവരിയുടെ അടുത്ത് പോയി നിന്നു. എൻ്റെ അച്ഛനെ പറ്റി ഞാൻ നിന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ദേവു? മാഷ് ചോദിച്ചു കേട്ട് ഞാനും മാഷിൻ്റെ അടുത്ത് പോയിരുന്നു. ഇരുട്ടിൻ്റെ നിശബ്ദതയിലും ചീവീടിൻ്റെ സ്വരം ഞങ്ങളുടെ കാതിൽ തുളച്ചു കയറി. ഓർമ്മയുണ്ട്. ഏതോ ചതിയിൽപ്പെട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതെ, ആത്മഹത്യ ചെയ്തതാണ്. പക്ഷേ അത് ഗീതുവിന് അറിയില്ല. ഞാനൊരു ഞെട്ടലോടെ മാഷിനെ തന്നെ ഉറ്റുനോക്കി. മാഷ് പതിയെ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയാൻ തുടങ്ങി. പ്രണയവിവാഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെയും ഗീതുവിൻ്റെയും. അച്ഛനെപ്പോലെ സൗന്ദര്യവും പക്വതയും എല്ലാം തികഞ്ഞ ഒരാൾക്ക് മകളെ നൽകുന്നതിൽ ഗീതുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും യാതൊരു എതിർപ്പും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനും ഗീതുവിനും ഇടയിൽ യാതൊരുവിധ കലഹവും ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ ഞാനുണ്ടായി. സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു അന്നെല്ലാം. ഗീതുവിൻ്റെയും അച്ഛൻ്റെയും സ്നേഹം കണ്ട് എനിക്കുൾപ്പെടെ പലർക്കും അസൂയ തോന്നിയിട്ടുണ്ട്. പിന്നീട് എപ്പോഴാണ് അച്ഛന് തെറ്റുപറ്റിയത് എന്നറിയില്ല. ഒരു ദുശീലങ്ങളുമില്ലാതിരുന്ന അച്ഛൻ കള്ളുകൂടി തുടങ്ങി. പുകവലി, മയക്കുമരുന്ന്, കൂടാതെ മറ്റു സ്ത്രീകളുമായി വഴിവിട്ട ബന്ധം. ഈ കാര്യങ്ങളൊക്കെ ഗീതുവിനെ അറിയിക്കാതെ ഞാൻ കൊണ്ടു നടന്നു. രാത്രി കാശിനു വേണ്ടി മാനം വിറ്റ് നടക്കുന്ന പെണ്ണുങ്ങളുടെ കിടപ്പറയിൽ സുഖം തേടുന്ന അച്ഛൻ ഓഫീസിലെ തിരക്കുകൾ കാരണമാണ് വീട്ടിൽ വരാത്തതെന്ന് പറഞ്ഞ് ഞാൻ ഗീതുവിനെ വിശ്വസിപ്പിച്ചു. അച്ഛൻ്റെ ഈ മാറ്റത്തിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അരവിന്ദനുമായുള്ള അച്ഛൻ്റെ കൂട്ടുകെട്ട്. അച്ഛനെ ലഹരിക്ക് അടിമയാക്കി അച്ഛനെ മുമ്പിൽ നിർത്തി ബിസിനസ് ചെയ്തത് അയാൾ പണം ഉണ്ടാക്കി. അവസാനം പണമെല്ലാം തട്ടിയെടുത്ത് ആ കുറ്റവും അച്ഛൻ്റെ ചുമലിൽ അയാൾ ചുമത്തി. ഇതെല്ലാം കൂടിയായപ്പോൾ അച്ഛൻ... ബാക്കി മുഴുമിപ്പിക്കാനാകാതെ മാഷ് വിതുമ്പി. ഞാൻ എല്ലാം കേട്ട് ഒരു ശില കണക്കി നിന്നു. മനസ്സിൽ എനിക്ക് അച്ഛനോട് വെറുപ്പ് തോന്നി. കുടുംബങ്ങൾ തകർക്കാൻ മാത്രം അറിയുന്ന ദുഷ്ടൻ. ഗീതു ചന്ദ്രമാവിയുടെ അടുത്തായിരുന്ന സമയത്തായിരുന്നു അച്ഛൻ പോയത്. അതുകൊണ്ട് ഗീതുവിനോട് അച്ഛന് ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും ആ ഭാവം ഒന്നും അറിഞ്ഞിട്ടില്ല. കണ്ണുകൾ തുടച്ച് അത്രയും പറഞ്ഞ് മാഷൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. ദേവു, നിന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അരവിന്ദനും ഗീതുവും തമ്മിൽ കാണുമ്പോൾ അറിയാതെ അയാൾ എന്തെങ്കിലും ഗീതുവിനോട് പറഞ്ഞാൽ ആ പാവം അത് സഹിക്കില്ല. ഇപ്പോഴും അച്ഛനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന വിശ്വേട്ടൻ്റെ ഗീതു ഇതറിഞ്ഞ് തകർന്നു പോകും. ഈ സത്യം നമ്മളിൽ മാത്രമേ ഒതുങ്ങാവൂ ദേവു, പ്ലീസ്. മാഷിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത് പറഞ്ഞതും ഞാൻ മാഷിനെ ഇറുകെ പുണർന്നു. ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ മാഷ് എന്നോട് ചേർന്ന് നിന്ന് എൻ്റെ തോളിൽ മുഖമമർത്തി. സ്വന്തം അമ്മയെ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ മാഷിനെ കിട്ടിയ ഞാൻ ഭാഗ്യവതിയാണ്. ഞാനിപ്പോൾ മാഷിനെ എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട്. എന്നിൽ നിന്ന് ഒരിക്കലും ഈ രഹസ്യം ഗീതമ്മ അറിയില്ല. അച്ഛനിൽ നിന്നും അറിയാൻ നമ്മൾ അനുവദിക്കില്ല. എനിക്ക് വേണം ഈ അമ്മയെയും മോനെയും എൻ്റെ സ്വന്തമായിട്ട്. എൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. എനിക്കൊരു നല്ല ഭാര്യയെ നൽകിയതിന് ഞാൻ ഈശ്വരന് മനസ്സറിഞ്ഞ് നന്ദി പറഞ്ഞു. പെട്ടെന്ന് വാതിൽക്കളിൽ നിന്ന് ഒരു തേങ്ങൽ കേട്ടതും ഞാനും മാഷും ഞെട്ടി പരസ്പരം അകന്നുമാറി അങ്ങോട്ട് നോക്കി. മുന്നിൽ നിറഞ്ഞ മിഴികളായി ഞങ്ങളെ നോക്കി നിൽക്കുന്ന ഗീതമ്മയെ കണ്ടതും ഞാനും മാഷും ഒരുപോലെ തറഞ്ഞു നിന്നു.